Dear students, welcome back to a new section of plus 2 botany class. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ചാപ്റ്റർ 3 ആണ്, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എടുത്തു വെച്ച പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പ്ലാന്റ് ബ്രീഡിങ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നു. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്നുള്ള ഒരു പോർഷനുമായിട്ടാണ്. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് പ്ലാന്റ് ബ്രീഡിങ്ങിൽ തന്നെ വരുന്ന ഒരു ഏരിയയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. എന്താണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്നുള്ളതും അതിന് വരുന്ന മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത കുറച്ച് പ്ലാന്റ്സിന് എക്സാമ്പിൾസുമാണ് ഇതിനകത്ത് പറയുന്നത്. സോ വളരെ പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. വാട്ട് ഈസ് മ്യൂട്ടേഷൻ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. നിങ്ങൾക്ക് അറിയുന്നതാണ് മ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളത്. Sudden heritable change in the genetic makeup of an organism. Then mutations are of two type. നോക്കൂ, സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ആൻഡ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ്. രണ്ട് തരം മ്യൂട്ടേഷനാണ് നേച്ചറിൽ കാണുന്നത്, സ്പോണ്ടേനിയസ് മ്യൂട്ടേഷനും ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷനും. ഓക്കെ, അപ്പോൾ എന്താണ് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ, എന്താണ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് നോക്കാം. മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ സമയവും ഹാംഫുൾ എഫക്റ്റാണ് ഉണ്ടാക്കുക. പക്ഷേ ചില സമയത്ത് മാത്രം, ചില കേസിൽ മാത്രം ഡിസൈറബിൾ ക്വാളിറ്റി വരാം. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ഒക്കർ ഇൻ നേച്ചർ, അതായത് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡിലൂടെ ഒന്നും അല്ലാതെ ഏതെങ്കിലും ആക്സിഡൻ്റലി ഒരു മ്യൂട്ടാജൻ, ഒരു ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം നേച്ചുറലി നടക്കുന്ന മ്യൂട്ടേഷനാണ് സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ. വൈൽ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ് ആർ മ്യൂട്ടേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മ്യൂട്ടാജൻസ്. ഇൻഡ്യൂസ് ചെയ്യിക്കുകയാണ് നമ്മൾ മ്യൂട്ടാജൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട്. അപ്പം മ്യൂട്ടാജൻസ് എന്താണ്? ഏജൻസ് വിച്ച് കോസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഏജൻസിനെയാണ് മ്യൂട്ടാജൻസ് എന്ന് പറയാം. മ്യൂട്ടാജൻസ് ആർ ഓഫ് ടു ടൈപ്പ് മെയിൻലി, ഫിസിക്കൽ മ്യൂട്ടാജൻ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജൻ. ഓക്കെ, മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഏജൻസ് രണ്ട് തരമുണ്ട്, ഫിസിക്കൽ മ്യൂട്ടാജനും കെമിക്കൽ മ്യൂട്ടാജനും. ഇപ്പോൾ ഫിസിക്കൽ മ്യൂട്ടാജൻസിന് എക്സാമ്പിളാണ് എക്സ് ഗാമ റേസ് പോലുള്ള റേസ് ഒക്കെ. ദെൻ കെമിക്കൽ മ്യൂട്ടാജൻസിന് എക്സാമ്പിളാണ് കെമിക്കൽ കമ്പോണൻസ് ലൈക്ക് സോഡിയം അസൈഡ്, നൈട്രസ് ആസിഡ്, EMS. EMS മീൻസ് ഈഥൈൽ മീഥെയ്ൻ സൾഫോണേറ്റ്, ഈഥൈൽ മീഥെയ്ൻ സൾഫോണേറ്റ് എക്സെട്ര. അപ്പോൾ നമ്മൾ രണ്ട് തരം മ്യൂട്ടേഷനും പഠിച്ചു, രണ്ട് തരം മ്യൂട്ടാജൻസും പഠിച്ചു. ഓക്കെ, മ്യൂട്ടാജൻസ് എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ഏജൻ്റാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിനകത്ത് കാണുന്നത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസിൽ ഉണ്ടാവുന്ന മ്യൂട്ടാജൻസ് ആണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പലതും അതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്? നമ്മൾ കണ്ടന്റിലേക്ക് വരാം. എന്താണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്? യൂസ് ഓഫ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ടു പ്രൊഡ്യൂസ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്. മ്യൂട്ടേഷൻസ് നമ്മൾ കരുതി കൂട്ടി ചെയ്യുക, ഇൻഡ്യൂസ് ചെയ്യിക്കുക. ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ് പ്ലാന്റ്സിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ പ്ലാന്റ്സിൽ ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ളതിനെ മാത്രം ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയ വെറൈറ്റി ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മ്യൂട്ടേഷൻസ് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ചില കേസിൽ മ്യൂട്ടേഷൻസ് ഡിസൈറബിൾ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്. ദാറ്റ് ഈസ് കോൾഡ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. നിങ്ങളീ കാണുന്നത് HJ മുള്ളർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്ത് ഒരു ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതും ഡ്രോസോഫിലയിലാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാം. HJ മുള്ളറിൻ്റെ വർക്ക് ഡ്രോസോഫിലയിൽ ചെയ്തതും, അതുപോലെ സ്റ്റാഡ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് മെയ്സ് പ്ലാന്റിൽ മ്യൂട്ടേഷൻ ബ്രീഡിങ് ചെയ്തതും. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ബൈ ലൂയിസ് ജോൺ സ്റ്റാഡ്ലർ. ഓക്കെ, മെയ്സിൽ, വീറ്റിലൊക്കെയാണ് അദ്ദേഹം മ്യൂട്ടേഷൻ, ബാർലി സീഡ്സിലൊക്കെയാണ് അദ്ദേഹം മ്യൂട്ടേഷൻ ബ്രീഡിങ് ചെയ്തത്. എക്സ്റേസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് മ്യൂട്ടേഷൻ ബ്രീഡിങ് കണ്ടക്ട് ചെയ്തത്. ഇനി നമുക്ക് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് കണ്ടുപോവാം. ഫസ്റ്റ്, ഇൻഡ്യൂസിങ് മ്യൂട്ടേഷൻസ് ഇൻ പ്ലാന്റ്സ് ബൈ വേരിയസ് മീൻസ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൽ മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യിക്കുക. ഒന്നുകിൽ കെമിക്കൽ മ്യൂട്ടാജനോ അല്ലെങ്കിൽ ഫിസിക്കൽ മ്യൂട്ടാജനോ യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സിൽ ആദ്യം ഒരു മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യുക. ദെൻ സ്ക്രീനിങ് ഓഫ് ദ പ്ലാന്റ്സ് ഫോർ റെസിസ്റ്റൻസ്. ഈ ഉണ്ടാക്കിയെടുത്ത മ്യൂട്ടൻ്റ് ആയ പ്ലാന്റ്സിനെ സ്ക്രീൻ ചെയ്യുക, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റിന് വേണ്ടിയിട്ട്. ദെൻ സെലക്ടിങ് ഡിസൈറബിൾ പ്ലാന്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ന്യൂ പ്ലാന്റ്. ഏറ്റവും ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ളതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ പിന്നെ സെൽഫ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനം ഈ ഒരു വെറൈറ്റിയെ ന്യൂ വെറൈറ്റി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാം.
സോ ആദ്യം ചെയ്യേണ്ടത് പ്ലാന്റിൽ മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത വെറൈറ്റീസിന് എക്സാമ്പിളാണ് ഈ കൊടുക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നല്ലോണം പഠിച്ചു വെച്ചോളാം, നോട്ട് ചെയ്തോളാം. എക്സാമ്പിൾ മങ്ക് ബീൻ വെറൈറ്റി വിച്ച് ഈസ് റെസിസ്റ്റൻറ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ. ഓക്കെ, അതുപോലെ തന്നെ അബൽമോസ്കസ് എസ്കുലൻഡസ് അല്ലെങ്കിൽ ബിന്ദി എന്ന് പറഞ്ഞാൽ വെണ്ടയാണ്, വെണ്ട. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് റെസിസ്റ്റൻറ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ്, പർഭാണി ക്രാന്തി. ഈ എക്സാമ്പിൾസ് എസ്പെഷ്യലി ആ അബൽമോസ്കസിൻ്റെ ലേഡീസ് ഫിംഗർ വെറൈറ്റിയുടെ എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, പർഭാണി ക്രാന്തി. ഓക്കെ, അപ്പോൾ മങ്ക് ബീൻ വെറൈറ്റി ഉണ്ട്, അതുപോലെ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ അബൽമോസ്കസ് എസ്കുലൻഡസിൻ്റെ ഒരു വെറൈറ്റിയാണ് പർഭാണി ക്രാന്തി. അതും കൂടെ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതും മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സം പ്ലാന്റ്സ് ആണ്. അതിലൊരു സൊണോറ 64 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, പഠിച്ചു വെക്കാം. NCERT-യിലുള്ളത് ആദ്യം ഞാൻ കാണിച്ചു തന്ന മങ്ക് ബീൻ്റെ വെറൈറ്റിയും അതുപോലെ അബൽമോസ്കസിൻ്റെ വെറൈറ്റിയുമാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഏത് ഡിസീസിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നു എന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെച്ചോളാം. യെല്ലോ മൊസൈക്ക് വൈറസ്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡെവലപ്പിംഗ് റെസിസ്റ്റൻറ്റ് ടു ഇൻസെക്റ്റ് പെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസെക്റ്റ് പെസ്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുക നോക്കൂ. മോർഫോളജിക്കൽ ഓർ ബയോകെമിക്കൽ ഓർ ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് പ്ലാന്റ്സിൽ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ആ പ്ലാന്റിന് സ്വന്തമായി അവയ്ക്ക് തന്നെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും എന്തിന്, ഇൻസെക്റ്റിനോട് റെസിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ വളരെ സ്മൂത്ത് സ്റ്റെം ആണെങ്കിൽ ആ പ്ലാന്റിനെ ബ്രീഡിങ്ങിലൂടെ അതിന് ഹെയറി സ്റ്റെം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റെമ്മിൽ ഹെയർസ് വരുമ്പോൾ അത് ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെസ്റ്റിസൈഡിൻ്റെ അപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, മോർഫോളജിക്കലോ ബയോകെമിക്കലോ ഫിസിയോളജിക്കലോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് പ്ലാന്റിനെ എന്താക്കാം, ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റാക്കി മാറ്റാം. അതാ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹെയറി ലീവ്സ് ആൻഡ് സ്റ്റെം പ്രൊവൈഡ് റെസിസ്റ്റൻറ്റ് ടു ജാസിഡ്സ് ലീഫ് ബീറ്റിൽ. അതുപോലെ സോളിഡ് സ്റ്റെം ഇൻ വീറ്റ് റെസിസ്റ്റൻറ്റ് ടു സോഫ്ലൈ. സ്മൂത്ത് ലീഫ് ആൻഡ് ആബ്സെൻസ് ഓഫ് നെക്ടർ ഉണ്ടായാൽ ഇൻസെക്റ്റ് വരും. അപ്പോൾ നെക്ടർ ഇല്ലാതിരിക്കുക, കോട്ടണിൽ ബോൾവേമിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. മെയ്സിൽ ഹൈ ആസ്പാർട്ടിക് ആസിഡ് ആൻഡ് ലോ ഷുഗർ കണ്ടൻറ്റ് റെസിസ്റ്റൻറ്റ് ടു സ്റ്റെം ബോറർ. ഓക്കെ, ഇതൊക്കെയാണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് പ്ലാന്റ് ബ്രീഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസെക്റ്റ് റെസിസ്റ്റൻസ് എന്നുള്ള ക്യാരക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, വരുത്താൻ വേണ്ടി പ്ലാന്റ് ബ്രീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ പ്ലാന്റ് ബ്രീഡിങ് സ്റ്റെപ്പിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ജേം പ്ലാസം കളക്ഷൻ വേണം. അപ്പോൾ അതിൽ നിന്നും സുപ്പീരിയർ ആയിട്ടുള്ള സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്തു പോരും. ഇനി NCERT-ൽ കൊടുത്തൊരു കോളം, ഒരു ടേബിളാണ് ഈ കാണുന്നത്. ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ചില പ്ലാന്റ്സ്, അതിൻ്റെ വെറൈറ്റീസും അതേത് ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നു എന്നുള്ളതും. നമ്മൾ നേരത്തെ ഇതുപോലൊരു ടേബിൾ നേരത്തെ കഴിഞ്ഞ സെക്ഷനിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടേബിളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്കിപ്പാവരുത്. ഓരോന്നിൻ്റെയും ഇൻസെക്റ്റിൻ്റെ ഏത് ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നു, അത് ഏത് വെറൈറ്റി, അത് ഏത് ക്രോപ്പ് പ്ലാന്റിൻ്റെ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബ്രാസിക്ക എന്ന പ്ലാന്റിൻ്റെ, ബ്രാസിക്കയുടെ വെറൈറ്റിയാണ് പ്യുസ ഗൗരവ്. അത് അഫീഡ്സ് എന്നുള്ള ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഫ്ലാറ്റ് ബീൻ വെറൈറ്റി പ്യുസാസം 2, പ്യുസാസം 3 ജാസിഡ്സിനോടും അഫിഡ്സിനോടും ഫ്രൂട്ട് ബോററിനോടും റെസിസ്റ്റൻസ് കാണിക്കുന്നു. അതുപോലെ ഒക്ര ഒരു ബിന്ദി വെറൈറ്റിയാണ്. പ്യുസ സവാനി ആൻഡ് പ്യുസ A4 ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോററിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഇതിലെ വെറൈറ്റീസിൻ്റെ പേരുകൾ മറന്നു പോകരുത്, പഠിച്ചു വെച്ചോളാം. ഇനി അടുത്തൊരു ഏരിയയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവിങ് ഫുഡ് ക്വാളിറ്റി. ഓക്കെ, ഫുഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്ലാന്റ് ബ്രീഡിംഗ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എല്ലാ മാക്രോ ന്യൂട്രിയൻസും മിനറൽ എലമെൻസും അയോഡിന്, സിങ്ക് പോലുള്ള എല്ലാ എലമെൻസും ഒരു ബാലൻസ്ഡ് എമൗണ്ടിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് കോമൺ ആയിട്ട് നോർമലി നടക്കുള്ളൂ. ഓക്കെ, പക്ഷേ കുറേ അധികം ആളുകൾ ഈ ആഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി കിട്ടാതെ മാൽ ന്യൂട്രീഷൻ ഫേസ് ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, അബൌട്ട് മോർ ദാൻ 840 മില്യൺ പീപ്പിളും അവരുടെ ഡെയിലി ഫുഡ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നാണ് പറയുന്നത്.
നോക്കൂ, about 3 million people suffer from hidden hunger because of the deficiency of micronutrients, protein, vitamins, അതുപോലെ മാക്രോന്യൂട്രിയൻസ് ഒക്കെ. ഇപ്പോൾ സിങ്ക്, അയോഡിൻ പോലുള്ള, അയണൊക്കെ പോലുള്ള ചില മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന സിംറ്റംസ് ആണ് ഹിഡൻ ഹങ്കർ. അപ്പോൾ അത്രയും ആളുകൾ ഹിഡൻ ഹങ്കർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആളുകൾക്ക് എന്തില്ല, പ്രോപ്പറായിട്ട് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അമൗണ്ട്, അതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അൻ ഓർഗാനിസം ഓർ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ ബയോ ഫോർട്ടിഫിക്കേഷൻ, പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം ദാറ്റ് എയിംസ് അറ്റ് ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ക്രോപ്സ്. ക്രോപ്സിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. സോ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഹെഡിങ് തന്നെയാണ്, പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവിങ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ക്രോപ്സ്. ഫുഡിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി, ക്രോപ്സിൽ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിനെയാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് മെയ്സ് ഹൈബ്രിഡ് വിത്ത് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ ബയോ ഫോർട്ടിഫൈഡ് ആയ ഒരു വീറ്റ് വെറൈറ്റിയാണ് അറ്റ്ലസ് 66. അറ്റ്ലസ് 66 ബയോ ഫോർട്ടിഫൈഡ് വീറ്റാണ്. ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള വീറ്റാണ്. അനദർ എക്സാമ്പിൾ അയൺ ഫോർട്ടിഫൈഡ് റൈസ്. റൈസിലൊക്കെ സാധാരണ കാർബോഹൈഡ്രേറ്റ് ആണ് ഉണ്ടാവുക, പക്ഷേ അയണും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള, കാർബോഹൈഡ്രേറ്റിനോടൊപ്പം തന്നെ അയൺ കണ്ടൻറ്റും കൂടെ അടങ്ങിയ റൈസ്. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വിറ്റാമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ്, വിറ്റാമിൻ സി എൻറിച്ച്ഡ് ബിറ്റർ ഗോഡ്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോട്ടിലേക്ക് പകർത്തി എഴുതുക, പഠിച്ചു വെച്ചോളാം. Now, what are the objectives of biofortification? Plant breeding program for improving food quality. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കൂ. ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. പ്രോട്ടീൻ്റെ കണ്ടൻറ്റും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഇംപ്രൂവ് ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. ഇംപ്രൂവ് വിറ്റമിൻ കണ്ടൻറ്റ്. ഇംപ്രൂവ് മൈക്രോന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടൻറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഫുഡിനകത്തുള്ള അവൈലബിലിറ്റി, എല്ലാ ന്യൂട്രിയൻസിൻ്റെയും കണ്ടൻറ്റ് കൂട്ടുക, അതുപോലെ അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക. അതാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഓരോന്നായിട്ട് 1 by 1 ആയി പഠിച്ചു വെച്ചോളണം. ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, വിറ്റമിൻ കണ്ടൻറ്റ്, ഇംപ്രൂവ് ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽ കണ്ടൻറ്റ്. ഈ ഫോർട്ടിഫൈഡ് എന്നുള്ള ടേം, ബയോ ഫോർട്ടിഫൈഡ് എന്നുള്ള ടേം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇത്രയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ അടുത്ത സെക്ഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനായ SCPയും അതുപോലെ ടിഷ്യൂ കൾച്ചറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 2 പാർട്ടും കൂടി ആ ഒരു ചാപ്റ്ററിനകത്ത് ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, താങ്ക് യു.